ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്. നൈറ്റ് വ്ളോഗ് എന്ന് പറയാൻ ഒരു മഗ്‌രിബ് തൊട്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. എൻ്റെ മടി കാരണം ഞാൻ വിടാറില്ല കേട്ടോ. എടുത്ത് വെക്കും, എഡിറ്റ് ചെയ്ത് വിടാനുള്ള മടി കാരണം വിടാറില്ല. അപ്പോൾ ഇന്നെന്തായാലും വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതുകയാണ്. ഖുർആനൊക്കെ ഓതി കഴിഞ്ഞേരം ഞാൻ എൻ്റെ കുഞ്ഞി സോഫത്തിന് പോപ്പിറ്റ് പൊട്ടിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോപ്പിറ്റ് കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെറുതെ ഇരുന്നാൽ ഫുൾ ടൈം ഇത് തന്നെ എനിക്ക് പരിപാടി. ഫോണൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോപ്പിറ്റ് എടുത്ത് പൊട്ടിക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ജേണൽ ചെയ്യാനൊരു ത്വര. ഞാൻ വേറൊന്നും നോക്കിയില്ല, ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ജേണൽ ബുക്കിൽ ഞാൻ കുറേ ജേണൽ ചെയ്തിട്ടുണ്ട്. അത് തോന്നിയ ഒരു ഐഡിയ ആയതുകൊണ്ട് അന്ന് ഞാനൊരു മെയ് മാസത്തെ ഒരു ജേണലാണ്. ജേണലല്ല, ഒരു ബുള്ളറ്റ് ജേണൽ. നമ്മളെല്ലാം ഒട്ടിക്കുന്ന പരിപാടി ഒന്നുമില്ല. അതിനൊക്കെ കുറച്ച് മടിയുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചു. ഒരു പ്ലാന്റൊക്കെ തൂക്കിയിട്ടായിട്ട് ഒരു മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെതാ നമ്മളെ ജേണലിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ ചെയ്യുന്ന കഴിഞ്ഞപ്പോൾ നമ്മുടെ മേശ നന്നായിട്ട് മെസ്സായി. മാജിക് കാണിക്കാൻ വയ്ക്കാം, ബട്ട് നടന്നില്ല. നമുക്ക് എന്തായാലും വൃത്തിയാക്കിയല്ലേ പറ്റൂ. മാജിക് ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും നമ്മളത് വൃത്തിയാക്കി എടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ എല്ലാ സാധനവും കിട്ടിയാൽ തന്നെ വെക്കാണ്. ഈ ക്ലീനായി കഴിഞ്ഞാൽ പിന്നെ ടേബിൾ കാണാൻ എന്തോ ഒരു രസമാണ്. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റിവിറ്റിയാണ്. ഞാൻ ക്ലീനാക്കുന്ന ഇടയിൽ കൂടി എല്ലാം കൂടി എടുത്ത് മറിഞ്ഞിട്ട് വീണു. പിന്നെ എടുത്തുവച്ചു. അതൊക്കെ കഴിഞ്ഞേരം എൻ്റെ പള്ളേന്നൊരു വിളി. പള്ളേ പോയിക്കുന്നു, അതാണ്. ഇപ്പം ഞാൻ നേരെ ഫ്രിഡ്ജിൽ പോയി തപ്പിയാലോ ഒന്നുമില്ല. അതൊക്കെ ഉള്ള കുക്കുംബർ മാത്രം. അങ്ങനെ കുക്കുംബർ അഥവാ കക്കിരി അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീണു. എന്തെങ്കിലും തട്ടിക്കുട്ടി ഉണ്ടാക്കണ്ടേ. ഞാൻ ആ കുക്കുംബറൊക്കെ എടുത്ത് വാഷ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ വെറുതെ ഒന്നും കാണിച്ചതേ ഉള്ളൂ കേട്ടോ. കുക്കുംബറിൻ്റെ തോല് ഞാൻ ചെത്തിക്കൊണ്ടിരിക്കാം. ഫുള്ള് ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം നടന്നാൽ മതി എന്നാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ എന്തോ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. വേറൊന്നുമല്ല, ഇവിടെ നല്ല തകർത്ത് മഴ ചെയ്തുകൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ആ കുക്കുംബറൊക്കെ ചെത്തിക്കാനും മാജിക് കാണിക്കാൻ നോക്കിയ പക്ഷേ നടന്നില്ല. ഞാൻ അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. പിന്നെ ഞാൻ ഒരു ഡെസ്ക് മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയട്ടെ. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, നമ്മൾ കുക്കുംബർ എടുത്ത് പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇനി കുനുകുനാ കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ എന്തിനാ കാണിക്കുന്നത് വെച്ചാൽ ഒരു രസം, അത്രേ ഉള്ളൂ. അങ്ങനെതാ കുക്കുംബർ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ച്
ഉപ്പിട്ടു. സുർക്ക വയ്ക്കാൻ നോക്കിയാൽ സുർക്ക കാണുന്നില്ല, ഇല്ല. പിന്നെ നാരങ്ങ എടുത്ത് പിഴിയാൻ നോക്കിയാൽ നാരങ്ങ ഇല്ല. അങ്ങനെ അതാ തട്ടിക്കൂട്ടി മുളക് പൊടി ഉപ്പും ഇട്ട്, പിന്നെ ചീരാമുളക് ഉപ്പിട്ടുണ്ടേ അതിൻ്റെ നീരും കുറച്ച് വെച്ച്, പിന്നെ മിക്സ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ 1-2 എടുത്ത് തിന്നുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ, നമുക്കുള്ള തന്നെയല്ലേ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ടേബിളിൽ കൊണ്ടുവയ്ക്കട്ടെ. അതങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൽ മാത്രം പോരാ, വെള്ളം വേണ്ടേ. ഭയങ്കര എരിവാട്ടോ, ഭയങ്കര നല്ല കുറച്ചെരിവ്, കാരണം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ലോണം. അങ്ങനെ നമ്മുടെ തീറ്റ മത്സരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കി. എൻ്റെ വയറ് ഫുള്ളായിട്ടു. ഇത്രയും നേരം നമ്മളിതൊക്കെ ചെയ്തില്ലേ. ഇനി ഞാൻ പോയി കുത്തിയിരുന്നു കുറച്ച് ഫോണിൽ കാണട്ടെ. ഫോണിൽ കണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ചോറ് ആ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് നെയ്ച്ചോറും നല്ല കോഴിക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയൊരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ ടേബിൾ നോക്കിയാലോ, നമുക്ക് അടിക്കുക പ്രശ്നം. നമുക്കത് ക്രീപ്പി ലുക്കാക്കി എടുത്താലോ. ചിമ്പൂമ്പാ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് വരെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കണ്ടെടുക്കാൻ പേടിയാട്ടോ. ഈ ലൈറ്റിൻ്റെ കളറൊക്കെ കണ്ട് ക്രീപ്പി ലുക്കില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രഷ് ചെയ്ത് വന്നപ്പോൾ എന്താ, നമ്മൾ ഉറങ്ങണ മുമ്പ് ഒരു ചെറിയ സ്കിൻ കെയർ ഒന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കുന്ന അന്ന് മാത്രം ഞാൻ തട്ടിക്കൂട്ടുന്നതാണ്. എൻ്റെ പോലെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അതാ വാസലിൻ ഹാൻഡ് ക്രീം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ വാസലിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഹാൻഡ് ക്രീമൊക്കെ ഇട്ടാൽ നമ്മൾ കൈ സോഫ്റ്റ് ആവും, ഡ്രൈ ആവില്ല. ഡ്രൈ ആയ കൈക്കൊക്കെ ഹാൻഡ് ക്രീം നല്ലതാണ്. എൻ്റെ കൈ ഡ്രൈ ഒന്നുമല്ല. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ ഞാൻ ഉറക്കില്ലായിരിക്കുന്നു. ഞാൻ പോയി കുറഞ്ഞിട്ടെ. അപ്പം